ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ വെച്ചിട്ട് ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു, പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ട് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വെച്ചത് സോനും മിന്നുവേട്ട കുട്ടിച്ചൻ്റെ കുട്ടികളാണ്. അങ്ങനെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലാണ് കുഞ്ഞു കുട്ടികളുടെ കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു അവരെല്ലാവരും കളിക്കണം. പിന്നെ വലിയവരുടെ സീനിയേഴ്സിൻ്റെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കണ കളിയാണ് ഉണ്ടായത്. അപ്പോൾ ഓരോരുത്തർ വെള്ളം ഒഴിക്കണു, കമൻ്റ് അടിക്കണു, അങ്ങനെയായിട്ട് നല്ല രസമായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഏട്ടനൊക്കെ കൂടെയാണ് അടുത്ത ഇതിലുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ സീനിയേഴ്സൊക്കെ കൂടിയിട്ട് വെള്ളം നിറയ്ക്കുക. അപ്പോൾ പറയുന്നുണ്ട് വായിൽ വെള്ളം നിറച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ചോർന്ന് പോവുകയാണ്. നല്ല രസമാണ്. എന്താ കുട്ടികൾ കാണിക്കുമ്പോൾ സിമ്പിളാണെന്ന വിചാരം, പിന്നെ ഇവർ ചെയ്തപ്പോഴല്ലേ അറിയണത്. കുട്ടിച്ചനും ഏട്ടനൊക്കെ കൂടിയിട്ടാണ്. അങ്ങനെ ഏട്ടൻ്റെ കുപ്പി നിറയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു കുപ്പി തട്ടിടാനൊക്കെ നോക്കുന്നുണ്ട്. അത് ഏട്ടൻ്റെ കുപ്പി നിറഞ്ഞിട്ടോ. ആ ഒരു അരവാണ് കാണുന്നത്. ഇനിയും ട്രിപ്പുകൾ ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഏട്ടൻ്റെ അനിയന്മാരൊക്കെയാണ് ഈ അടുത്ത ട്രിപ്പ് ചെയ്യുന്നത് കേട്ടോ. അവരും അത് നല്ല രസമായിരുന്നു. വെയിലൊന്നും വകവയ്ക്കാണ്ട് തന്നെ കുട്ടികളെ പോലെ തന്നെ നമുക്ക് ഓണപരിപാടി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രസമല്ലേ. എല്ലാവരും കൂടിയിട്ടുള്ളൊരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും അവിടെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് തന്നെ ഇതായി. അങ്ങനെ നിറച്ചു. പിന്നെ ഫൈനൽ റൗണ്ടായിട്ടോ. എല്ലാവരും ചടപടാച്ചിട്ട് ഓടുന്നുണ്ട്. നല്ല രസമാണ്. ഇപ്പുറത്ത് നിൽക്കണവരുടെ കമൻറ്റാണ് കുപ്പിയെടുത്ത് മാറ്റാനുള്ളത്. അങ്ങനെ കയ്യിൽ ചോർന്ന് പോക്കും ഒക്കെ കൂടെ ആയിട്ട് ഏട്ടൻ്റെ കുപ്പി നിറയാനായിട്ടുണ്ട് കേട്ടോ. അപ്പത്തിന് ഓടി 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 വരികയാണ്. അപ്പോൾ നിറഞ്ഞു. ഫസ്റ്റ് കിട്ടിയത് ഏട്ടനാ കേട്ടോ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ. അങ്ങനെ അവരുടെ ആഘോഷങ്ങൾ അവിടെ തുടങ്ങി കേട്ടോ. പിന്നെ അതിന് ശേഷം ഉണ്ടായത് പെൺകുട്ടികളുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ. നമ്മുടെ അമ്മയുടെ കുട്ടിയൊക്കെയാണ്, ഇന്ദുട്ടിയൊക്കെയാണ് കേട്ടോ ഇതുള്ളത്. പിന്നെ അതിന് ശേഷം സ്പൂൺ റൈസാണ് ഉണ്ടായത് കുട്ടികളുടെ. നല്ല രസമായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഉണ്ടായിരുന്നു. കുട്ടികൾ നാരങ്ങ പോയാൽ അത് പിടിച്ചെടുത്തിട്ട് നടന്നു പോവുക കേട്ടോ. പിന്നെ പെൺകുട്ടികളുണ്ടായി. നമ്മുടെ ആര്യക്കുട്ടിയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഫൈനൽ റൗണ്ടാണ് നടന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചെറിയ കുട്ടികളുടെ സ്പൂൺ റേസ് ഉണ്ടായിരുന്നു കേട്ടോ. സോനു അനു മിന്നുമൊക്കെ വരിക്ക് നിൽക്കുന്നുണ്ട്. വെയിലൊക്കെ കൊണ്ടിട്ട് പാവം നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ചെറിയത് കളിക്കണതാണ് നല്ല രസം. സോനു നടന്നു പോകുന്നതാണ് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതുണ്ടായത് വലിയവരുടെ സ്പൂൺ റേസ് ആയിരുന്നു. നമ്മുടെ പാപ്പനും ഏട്ടന്മാരും ഒക്കെയാണ് ഇത്. അവരുടെ റൗണ്ട് കഴിഞ്ഞ് പിന്നെ സൂചിയിൽ നൂറ് കോർക്കലായി. വെയിൽ കാരണം സൂചിയിൽ നൂല് കോർക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ചെറിയ സൂചിയല്ലേ. അപ്പോൾ അവർ നടന്ന് പോയിട്ട് കോർത്തുകൊണ്ടിരിക്കുക. പക്ഷേ കോർക്കാനൊന്നും പറ്റില്ല. ആ റൗണ്ട് വരെയും വെറുതെ നടന്ന് പോയിട്ട് അവർ. പിന്നെ ഒരു റൗണ്ടും കൂടിയും വെച്ചിട്ട് പിന്നെ അച്ചുവാണ് സൂചിയിൽ നൂല് കോർക്കലിൽ ജയിച്ചത്. പിന്നെ പെൺകുട്ടികളിൽ നൂല് കോർക്കുകയാണ്. ആര്യ നൂല് കോർക്കാൻ അവർ കമൻ്റ് അടിച്ചിട്ടാണ് പോണത് കേട്ടോ. പിന്നെ വലിയവർക്കുള്ള മത്സരങ്ങൾ വീണ്ടും തുടങ്ങായി. സൂചിയിൽ നൂല് കോർക്കുകയാണ്. ഏട്ടനും ബാബുവേട്ടനും അവരൊക്കെ ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ കോർക്കുന്നുള്ള വിചാരത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ വെയിലും ചെറിയ സൂചി ആയ കാരണം അതൊക്കെ കോർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവരിതാ കോർത്ത് നടക്കണം. ഒരാൾ കോർക്കാണ്ടാണ് ഓടുന്നത്, രതീഷ് ചേട്ടൻ കേട്ടോ. പിന്നെ അവർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മിഠായി പെറുക്കലായിരുന്നു. കുട്ടികൾക്കുള്ള മത്സരമായിരുന്നു കേട്ടോ. ഏട്ടൻ അവിടെ കുട്ടികളെ കണ്ണാടിയും വെച്ചിട്ട് മിഠായിയും പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുകയാണ് കുട്ടികൾക്ക്. എല്ലാവരും സ്റ്റേജിൽ പേര് കൊടുക്കുകയാണ് മിഠായി പെറുക്കലിൻ്റെ കേട്ടോ. പിന്നാലെ നടക്കണുണ്ട്. മിഠായി അല്ലേ, അപ്പോൾ അവർ പെറുക്കാനുള്ള ഒരു ഇതിലും നടക്കണം. അങ്ങനെ മിഠായി പെറുക്കൽ നല്ല രസമായിരുന്നു. ഒക്കെ കൂടി അങ്ങോട്ട് കിടന്നിരിക്കുക. കിട്ടിയവർ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പുറത്തെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. എന്നാലും കാണാൻ നല്ല രസമായിരുന്നു ആ സമയത്ത് കേട്ടോ. ഞാനിതിങ്ങനെ സ്പീഡിലാക്കിയ കാരണം നമുക്ക് അതിൻ്റെ അത് അറിയുന്നില്ല. പിന്നെ കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കുള്ള മിഠായി പെറുക്കലായിട്ടോ. അപ്പോൾ അതിനെല്ലാവരും ഒരുക്കിയിട്ട് ഏട്ടൻ മിഠായി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കാണ് ലല്ലു, ചെറിയ കുട്ടി ആദ്യത്തേൽ പെറുക്കണ്ടായിരുന്നില്ലേ, മിഠായി കണ്ടപ്പോൾ അവൻ ഓടി വരുന്നത് കണ്ടില്ലേ. അത് ഭയങ്കര കോമഡി ആയിരുന്നു. എന്നിട്ട് പിന്നെ അവനെ ഇങ്ങോട്ട് എടുത്തു മാറ്റുകയാണ് ചെയ്തത്. മിഠായി അല്ലേ, അവനറിയില്ലല്ലോ അപ്പോൾ ഇത് മത്സരം എന്താണെന്നില്ല. മിഠായി പെറുക്കാൻ ചെന്നിരിക്കില്ല വെച്ചിട്ട് അവൻ പോയിട്ട് മിഠായി പെറുക്കാൻ നിൽക്കുകയാണ്. അവിടെ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. നല്ല ആരവായിരുന്നു എല്ലാത്തിനും. എല്ലാവരും കൂടിയിട്ട് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഐഡിയ ഉണ്ട്. ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവർ മിഠായി പെറുക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് പിന്നെ മെഴുകുതിരി കത്തിക്കലായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് അത് കെടാണ്ട് നമ്മൾ അപ്പുറത്തെ ലൈനിലേക്ക് എത്തിക്കലായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ആ കത്തിച്ച് വെച്ചപ്പോൾ തന്നെ കാറ്റും ഉണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. അതിനുശേഷം കസരക്കളിയാണ് ഉണ്ടായിരുന്നത്. ചെറിയ കുട്ടികളെ കസരക്കളി ഉണ്ടായി. അത് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ അനു, അതാ പച്ച ഉടുപ്പിട്ട കുട്ടിയിലായില്ലേ, അവൾ നല്ല രസമായിരുന്നു. കുട്ടികൾ റൗണ്ടായപ്പോൾ തന്നെ അത് നല്ല രസമായിരുന്നു. എല്ലാവരും ചെറുതുകളല്ലേ, കസേരയിലേക്ക് കയറിയിരിക്കാനൊരു ബുദ്ധിമുട്ട്.
അനു ഭയങ്കര ചെറുതാണ്, അതിന് കസേര കൂടി കണ്ടിട്ടുണ്ടായിരുന്ന, പക്ഷെ എന്നാലും അത് മാക്സിമം അതിൻ്റെ എഫേർട്ട് ഇട്ടിട്ട് കളിക്കുകയാണ് ചെയ്തത് കേട്ടോ. എല്ലാവരും അതിനെ ഭയങ്കര ഇതായിരുന്നു. അത്രയും ലാസ്റ്റ് റൗണ്ട് വരെയും അത് പിടിച്ചു നിന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അരവായിരുന്നു. ആ സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഇതായിരുന്നു. ചെറിയ കുട്ടിയല്ലേ, എന്നിട്ട് അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അതിന് അവൾക്ക് എന്താ വെച്ചാൽ കസേര ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും അവൾക്കത് ശരിക്കും അതിൻ്റെ നിയമപ്രകാരം വന്നിരിക്കാൻ അറിയാം കേട്ടോ. അത് നല്ല രസമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് ആ ചെറുങ്ങ് കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ വേഗം വന്ന് അതിൻ്റേതായ നിയമപ്രകാരം കയറിയിരുന്നു. പിന്നെ അവളേനെ എടുത്തിട്ട് എല്ലാവരും ഭയങ്കര രസമായിരുന്നു. ചെറിയ കുട്ടിയല്ലേ, തലയിൽ വെക്കലും എടുത്ത് ആരവായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു അവിടെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അനിയനും അനിയത്തിമാരുടെയൊക്കെ കസേരക്കളിയായിരുന്നു കേട്ടോ. അത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം സുന്ദരിക്ക് പൊട്ടുതലായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഉണ്ടായിരുന്നു. എല്ലാവരും അളവെടുക്കലും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി കുത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ 27 പേരായിരുന്നു സുന്ദരിക്ക് പൊട്ടുകുത്തലുണ്ടായിരുന്നു കേട്ടോ. പലരും സുന്ദരിയുടെ പൊട്ടിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് 3-4 പേര് അങ്ങനെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശാലിനി ഇത് അവള് ശരിക്ക് കറക്റ്റായിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആര്യ പൊട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 പേര് അങ്ങനെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു. പിന്നെ നമ്മുടെ ഉറിയടിക്കുള്ള ഉറിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ 1 സ്റ്റെം ബോളിംഗ് ആണ് ഉണ്ടായിരുന്നത് മത്സരം. അപ്പോൾ അത് ബോയ്സ് എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഉറിയടിയാണ് ഉണ്ടായത്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെയും ഉറിയടിക്കാനുണ്ടായിരുന്നു. അവർ ചെറുതുവരെ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വലിയവർക്കുള്ള മത്സരങ്ങളായി. വലിയതിൽ ഒരാളാണ് ഉറിയടി വെച്ചിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ തന്ത്രിപൂജ നടക്കിയ കാരണം തന്നെ പരിപാടികളൊക്കെ നമ്മൾ വേഗം വേഗം പിന്നെ കഴിക്കുകയാണ് ഉണ്ടായത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ എല്ലാവരും എത്തിയിട്ട് ഓണപ്പൂക്കളം ഇട്ടു. പിന്നെ അതിൻ്റെ മത്സരങ്ങളുടെ സമ്മാനദാനം ഉണ്ടായിരുന്നു. കുറേ പേർക്ക് കിട്ടി. നമ്മുടെ അനുവിന് സ്പെഷ്യൽ പ്രൈസ് ഉണ്ടായിരുന്നു കസേരക്കളിക്ക്. പിന്നെ നമ്മുടെ വീട്ടിലെ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു കേട്ടോ. ചെറിയ കളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ കുക്കു അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. അപ്പത്തിനും വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് തിരക്കൊക്കെ ആയി. പിന്നെ അങ്ങനെ ഞങ്ങൾ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചു. എല്ലാവരും കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ.